ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റിയെ പറ്റിയാണ്. എന്താണ് ഒബിസിറ്റി? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന കാലറീസും നമ്മൾ ചിലവാക്കുന്ന കാലറീസും തമ്മിലുള്ള വ്യത്യാസമാണ് ബോഡിയിൽ ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് ആവശ്യത്തിലധികമാകുമ്പോഴാണ് ഒബിസിറ്റി എന്ന് പറയുന്നത്. ഈ ഫാറ്റ് ഡിപ്പോസിഷൻ നമുക്ക് ആവശ്യമാണ്. കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് നമുക്ക് എനർജി കിട്ടണമെങ്കിൽ ഈ ബോഡിയിലെ സ്റ്റോർഡ് ഫാറ്റിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മളെ ബോഡിയിലുള്ള അഡിപ്പോസ് ടിഷ്യൂ അതാണ് ഈ വെയിറ്റ് കൂടുതലായിട്ട് കാണുന്നത്. എപ്പോഴും നമ്മൾ കഴിക്കുന്ന കൂടുന്നോ എക്സസൈസ് കുറയുകയും ചെയ്യുന്നു, അപ്പോൾ നമ്മൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുന്ന കൂടി എക്സസൈസ് കുറഞ്ഞാൽ ബോഡിയിൽ ഫാറ്റ് ഡിപ്പോസിഷൻ കൂടും, ബോഡിയിലെ വെയിറ്റ് കൂടും. ഇതാണ് ഒരു ജനറലി ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ. ഇതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അതിന് സാധാരണ ഉപയോഗിക്കുന്ന BMI എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഹൈറ്റിൽ നിന്നും വെയിറ്റിൽ നിന്നും നമുക്ക് നോക്കിയെടുക്കാം. പൊതുവിലെടുത്തിരിക്കുന്ന 25 കൂടുതൽ BMI ഉണ്ടെങ്കിൽ അത് ഒബിസിറ്റി ആണെന്നാണ് വച്ചിരിക്കുന്നത്. ഇന്ത്യയിലും സൗത്ത് ഏഷ്യൻ കൺട്രീസിലുമൊക്കെ അത് 23 ആയിട്ടാണ് വച്ചിരിക്കുന്നത്. അത് പലപ്പോഴും അത് ഒരു യഥാർത്ഥത്തിലുള്ള ഒബിസിറ്റിയുടെ ഐഡിയ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളത് വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞ് നോക്കാം. വേസ്റ്റ് സർക്കംഫറൻസ് നോക്കിയാൽ നമ്മുടെ അരയ്ക്ക് ചുറ്റുമുള്ള ഇത് നോക്കിയാൽ 90 സെൻറ്റിമീറ്റേഴ്സിൽ കൂടുതൽ ആണുങ്ങൾക്കുണ്ടാവുക, അല്ലെങ്കിൽ 80 സെൻറ്റിമീറ്റേഴ്സിൽ കൂടുതലുള്ളത് പെണ്ണുങ്ങൾക്കുണ്ടാവുക എന്ന് വെച്ചാൽ അത് ഒബിസിറ്റിയാണ്. ഈ ആദ്യം ഒബിസിറ്റി ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കണം. പിന്നെ ഒബിസിറ്റി ചികിത്സിക്കുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കണം. ഉദാഹരണത്തിന് ഡയബറ്റീസ് ഉണ്ടോ, ബ്ലഡ് പ്രഷർ ഉണ്ടോ, ഹാർട്ടിൻ്റെ അസുഖമുണ്ടോ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് വേണം ഇതിന് ഡയറ്റ് തീരുമാനിക്കാം. വളരെ പ്രായമുള്ള ഒരാൾ, അവർക്ക് നമ്മൾ അഗ്രസീവായിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള ഷെഡ്യൂളിലൊന്നും പോകരുത്. അത് ഒരു പേഷ്യൻ്റെ ആ ഇൻഡിവിജ്വലിനുള്ള ഇതനുസരിച്ചാണ് നമ്മൾ ഈ ഒബിസിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഒബിസിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പല രീതിയിലും ഉണ്ട്. ഒന്ന് ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം, വേറൊന്ന് ലൈഫ് സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഡയറ്റായി, എക്സസൈസായി, സ്ലീപ്പായി. ഈ 3 കാര്യങ്ങളാണ് ഒബിസിറ്റിയുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറൻസസ്. പിന്നീടുള്ളത് മെഡിക്കേഷൻസ്. പലതരം മെഡിസിൻസ് ഉണ്ട്, പുതിയ മെഡിസിൻസൊക്കെ ധാരാളം വരുന്നുണ്ട്, അത് ഉപയോഗിച്ച് വെയിറ്റ് കുറയ്ക്കാം. മൂന്നാമത്തെ മെത്തേഡ് സർജറി. ഇങ്ങനെ 3 തരത്തിലാണ് ഒബിസിറ്റിയുടെ മാനേജ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഇന്ന് ആദ്യം നമുക്ക് ഒബിസിറ്റിയുടെ ഡയറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒബീസായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഡയറ്റ് തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് ഡയറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് വ്യത്യാസം വരുത്തേണ്ടത്. എപ്പോഴും നമ്മൾ ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് ആൾക്കാർ കഴിക്കുന്നത്, നമ്മളൊരു ഒരു 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 വിയേഡായിട്ടുള്ളൊരു ഡയറ്റ് പറഞ്ഞത് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ചെയ്യില്ല. അവർ സാധാരണ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണ രീതിയെ തന്നെ മോഡിഫൈ ചെയ്തെടുക്കുകയാണ് ഡയറ്റീഷ്യൻ ചെയ്യേണ്ടത്. ഇതിന് ആദ്യം കലോറി എത്രയാണെന്ന് തീരുമാനിക്കും, എക്സസൈസ് എന്താണെന്ന് തീരുമാനിക്കും. ഇതനുസരിച്ച് അവർക്കുള്ള അഡ്വൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജനറലി ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു സിവിയർ ഒബിസിറ്റി ഉള്ള ഒരാൾക്ക് എന്ന് വെച്ചാൽ BMI ഒരു 35-40 ഒക്കെ ഉള്ള ആൾ, ഒരു 120 കിലോ ഉള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്ക് എന്തായിരിക്കണം ഒരു ഡയറ്റിൻ്റെ രീതി? അത് നമുക്ക് ഡയറ്റീഷ്യൻ്റെ തന്നെ ചോദിക്കാം. എന്താണ് ഒരു BMI 35 ഒക്കെ വരുന്ന ഒരാൾക്ക് എന്താണ് ഡയറ്റിൽ മോഡിഫിക്കേഷൻ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്? സോ നമ്മൾ പേഷ്യൻസിൻ്റെ എല്ലാം ഹിസ്റ്ററി എടുക്കും, റീകോൾ എടുക്കും, പേഷ്യൻ്റെ ഇൻടേക്ക് എങ്ങനെയാണെന്നുള്ളത്, പിന്നെ അവരുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ, ഇപ്പം ഇരുന്നിട്ടുള്ള ജോലിയാണോ, സെഡൻറ്ററി വർക്കാണോ, ഹെവി വർക്കാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കും. പിന്നെ BMI നോക്കിയിട്ട് നമ്മൾ ഈ കാലറീസ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കാലറി മാത്രമല്ല, അവരുടെ പ്രോട്ടീൻ നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോയെന്നും കൂടെ വളരെ. എങ്ങനെയാണ് നിങ്ങൾ കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം ഒബേസ് ആയിട്ടുള്ള അഡ്ജസ്റ്റഡ് ബോഡി വെയിറ്റ് ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ച് നമുക്കൊരു 20 കാലറി വെച്ചിട്ടാണ് പേഷ്യൻറ്റിന് അന്ന് ഇപ്പം പെർ kg ബോഡി വെയിറ്റ് വെച്ചിട്ട് നമ്മൾ കാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പം ഓരോ മീലിലും നമ്മൾ കാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് മാത്രമല്ല, ഫാറ്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കാലറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ മീൽസിലും ഈക്വലി ഉണ്ടോ, പേഷ്യൻറ്റിന് എല്ലാം അഡിക്വേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, മാൽനറിഷ്മെൻറ്റിലോട്ട് പോവാതെ നമുക്ക് എല്ലാ പേഷ്യൻറ്റിന് കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ഒബീസ് പേഷ്യൻറ്റിന് നിങ്ങൾ എത്ര സ്റ്റാർച്ച് കൊടുക്കും, എത്ര പ്രോട്ടീൻ കൊടുക്കും, എത്ര ഫാറ്റ് കൊടുക്കും, കലറി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? ഇപ്പം പ്രോട്ടീൻ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്
പെർ കെ ജി ബോഡി വെയ്റ്റിന് 0.8 വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 0.8 വെച്ച് നോർമലി ഉള്ള രീതിക്ക്. ഇപ്പം അഡിക്വേറ്റ് അല്ല, ഇപ്പം വേറെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ ഡിസീസുള്ള കണ്ടീഷനല്ല, നമ്മളൊരു സിമ്പിൾ ഒബിസിറ്റിയുടെ കാര്യം പറയാം. 0.8 വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്ലസ് ഇപ്പം 0.8 അതിൻ്റെ മിനിമം ആണ്. 0.8 1.2 എന്നുള്ള രീതിക്ക്. ഇപ്പം നമ്മൾ ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും മാക്സിമം ഒരു 40% വരെ വരുന്ന രീതിക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഇപ്പം ഫാറ്റ് ആണെങ്കിലും മാക്സിമം നമ്മൾ കൊടുക്കുന്നത് ഹെൽത്തി ഫാറ്റ്സ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അതെങ്ങനെ പോയാലും ഒരു 10% ആ ഒരു രീതിക്ക് വരുന്ന രീതിക്കാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. എന്ത് തരം കാർബോഹൈഡ്രേറ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? മാക്സിമം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, കംപ്ലീറ്റ് ഹോൾ ഗ്രെയിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റിൽ ഫൈബറുള്ള ഇപ്പം നമ്മുടെ വീറ്റ് റിഫൈൻഡ് ഫ്ലോർ, മൈദ എന്ന് പറയുന്നതിനകത്ത് ഒട്ടുമേ നമുക്ക് ഫൈബർ ഇല്ല. അതേസമയം ഹോൾ വീറ്റ് ഫ്ലോർ നമ്മൾ പൊടിച്ചെടുക്കുന്ന സാധാരണ മില്ലറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് മാവ്, നോർമലി ഉള്ള ഗോതമ്പ് മാവ്, തവിട് കളയാത്ത അരി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ശരി, പ്രോട്ടീൻസ് എടുത്തല്ലോ. പ്രോട്ടീൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വെജ് പ്രോട്ടീൻസും നോൺ വെജ് പ്രോട്ടീൻസും ഉണ്ട്. ഇപ്പം വെജ് പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ പയറ്, കടല, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പയറ്, കടല, ഇപ്പം ഉഴുന്ന്, തോട് കളയാത്ത ഉഴുന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫൈബറും കൂടെ ചേർന്നിട്ടുള്ളൂ. ഇപ്പം മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫൈബർ നമുക്ക് പ്രോട്ടീനും കൂട്ടാൻ പറ്റും, ഫൈബറും കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഏതാണ് നല്ല പ്രോട്ടീൻ? വെജിറ്റബിൾ പ്രോട്ടീൻസ് ആണോ അനിമൽ പ്രോട്ടീൻസ് ആണോ? എന്തുകൊണ്ട്? വെജിറ്റബിൾ പ്രോട്ടീൻസിലും ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് വെജിറ്റബിൾ പ്രോട്ടീനാണ് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് പ്രോട്ടീൻ കൂടുതലുള്ള സോഴ്സ് സോയ നല്ല ഒരു പ്രോട്ടീൻ സോഴ്സാണ്. പനീർ, ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉള്ളത് അനിമൽ പ്രോട്ടീനിലാണ്. അതെ, അനിമൽ പ്രോട്ടീൻ കോസ്റ്റ്ലി ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലീജിയസ് ആയിട്ടുള്ള കാര്യം കാണും, സോഷ്യലായിട്ടുള്ള കാര്യം കാണും, എല്ലാത്തിനും അനിമൽ പ്രോട്ടീനും എടുക്കാനൊക്കില്ല. പക്ഷേ അനിമൽ പ്രോട്ടീൻ ആണ് വെജിറ്റബിൾ പ്രോട്ടീൻ്റെ കാര്യം സുപ്പീരിയർ, അതിൻ്റെ ബയോളജിക്കൽ ക്വാളിറ്റി വെച്ച്. അതെ, ഇപ്പോൾ പല പേഷ്യൻസ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിയുമ്പം എഗ്ഗ് പോലും കഴിക്കാത്തവർ എഗ്ഗിലോട്ട് മാറുന്നവരുണ്ട്, വെജിറ്റേറിയൻസ് ആണെങ്കിലും. കാരണം അവരത് മനസ്സിലാക്കിയിട്ട് ഒരു ഫുൾ എഗ്ഗായിട്ട് അവരെടുക്കുന്നവരുണ്ട്. അപ്പം ഫുൾ എഗ്ഗായിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര പ്രോട്ടീൻ കിട്ടുമെന്നും, അതിനകത്ത് എഗ് വൈറ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര പ്രോട്ടീൻ കിട്ടുമെന്നും, ഇതെല്ലാം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് പേഷ്യൻറ്റിന് പ്രോട്ടീൻ പറയുന്നത്. ഈ പേഷ്യൻറ്റിന് എഗ്ഗിൽ എഗ് വൈറ്റ്, ഹോൾ എഗ് എന്താ അതിൻ്റെ വ്യത്യാസം? എന്താ, എന്തിനാണ് നിങ്ങളത് മാറ്റേണ്ടത്? അങ്ങനെ നമ്മൾ മാറ്റാനായിട്ട് പറയത്തില്ല, മാക്സിമം പേഷ്യൻ്റ് കഴിക്കാനായിട്ട് നമ്മൾ പറയത്തുള്ളൂ. ഇപ്പം പ്രോട്ടീൻ ആണെങ്കിലും ആ ഫുൾ എഗ്ഗിൽ നിന്ന് കിട്ടുന്ന അത്രയും വരത്തില്ല എഗ് വൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ്, ആ ഒരു എഗ് യോക്കിനകത്ത് നിന്നുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒട്ടുമേ ഇല്ല എഗ് വൈറ്റിനകത്ത്. ഈ എഗ് യോക്കും കൊളസ്ട്രോളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത് അത് അപ്പാടെ തെറ്റാണ്. ഇപ്പോഴത്തെ കറണ്ട് ഇതനുസരിച്ച് നമ്മൾ 1 or 2 എഗ്ഗ് കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഒരു ഹാർട്ടിൻ്റെ അസുഖമുള്ള പേഷ്യൻറ്റിന് പോലും എഗ് യോക്ക് കഴിക്കാം, അത് സേഫാണെന്നാണ് വച്ചിരിക്കുന്നത് പ്രോട്ടീനായി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ഫാറ്റ്സാണ്. ഫാറ്റ്സ് എന്ത് തരം ഫാറ്റാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ 2 തരത്തിലുള്ള ഫാറ്റാണ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സും ആണ് പറയുന്നത്. അപ്പം അതിനകത്ത് ഗുഡ് ഫാറ്റ്സ് വരുന്നത് നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നോർമലി ഉള്ളവർ വെളിച്ചെണ്ണ എടുക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യുക, നല്ല ഫാറ്റ്സ്. ഇപ്പോൾ നമുക്ക് ബട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് എല്ലാം അതിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഗീ ഒരു ഡയറ്റിൽ സാറിൻ്റെയും കൂടെ അഭിപ്രായം ചോദിക്കാനുണ്ട്. ഇപ്പം പലരും ഗീ യൂസ് ചെയ്ത് രാവിലത്തെ മീല് തൊട്ട് ഗീ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രീഷനെ പറ്റി മനസ്സിലാക്കേണ്ട അമ്മൂമ്മ കഥകളിൽ നിന്നോ വാട്സപ്പിലോ അങ്ങനെയൊന്നുമല്ല. മെഡിസിൻ്റെ വേറെ ഏത് ബ്രാഞ്ചിനെ പോലെയും ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഇത്. ഇപ്പോൾ 2025 പബ്ലിഷ് ചെയ്തതനുസരിച്ച് ബട്ടർ ഈസ് സേഫ് എന്ന് വെച്ചാൽ അത് പറയണത് എന്താണെന്ന് വെച്ചാൽ C17 കാർബൺ ആറ്റംസ് ഉള്ള ഫാറ്റി ആസിഡ്സ് സേഫായിട്ട് ഉപയോഗിക്കാം. ഗീ എന്ന് പറയുമ്പോൾ ക്ലാറ്റഡ് ബട്ടറാണ്, ഒരുക്കിയ ബട്ടറാണ്. അപ്പോൾ അതിലെ ഫാറ്റി ആസിഡിൻ്റെ ലെന്ത് കൂടുതലായിരിക്കും. C17 താഴെയുള്ള ഫാറ്റി ആസിഡ്സ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ഈ ഓയിലിൻ്റെ കാര്യം വെളിച്ചെണ്ണ എന്തോ ആവട്ടെ, എല്ലാ ഓയിലിനും ഒരു സ്മോക്കിംഗ് പോയിൻ്റ് ഉണ്ട്. നിങ്ങൾ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ആവും, അൺസാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ആവും, കുറേയൊക്കെ ട്രാൻസ് ഫാറ്റ്സ് ആവും.
അപ്പോൾ ആ പ്രോസസ്സ് നിങ്ങൾ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സും സ്മോക്കിംഗ് പോയിൻറ്റിൽ നമ്മൾ എത്തുന്നോ എന്നുള്ള പ്രോസസ്സുമാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിൽ ഇതുണ്ടാവുന്നില്ല. ഒളീവ് ഓയിലായിക്കോട്ടെ, കോക്കനട്ട് ഓയിലായിക്കോട്ടെ, എന്താണെങ്കിലും കാര്യമില്ല. അത് നമ്മളിത് കൊണ്ടുപോകുന്ന ടെമ്പറേച്ചറാണ് കാര്യം. ആ ടെമ്പറേച്ചറിൻ്റെ താഴെയാണെങ്കിൽ ഓയിൽ സേഫാണ്. ഡീപ്പ് ഫ്രൈ ചെയ്താൽ ഏതിനാണെങ്കിലും അത് മോശം തന്നെ. പലരും കുക്ക് ചെയ്ത ഓയിൽ തന്നെ പിന്നെ റീയൂസ് ചെയ്യുന്നവരുണ്ട്. അതുണ്ട്, അത് തീരെ പാടില്ലാത്ത കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞ ഓയിലിൽ വെളിച്ചെണ്ണ വേണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാറ്റഗറിക്ക് വലിയ അർത്ഥമില്ല. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ടെമ്പറേച്ചർ ഈ ലെവലിൽ നിർത്തിയാൽ ആ ഓയിലിൻ്റെ സ്മോക്കിംഗ് പോയിൻറ്റിൻ്റെ താഴെ നിർത്തിയാൽ. ഇതിലൊരു വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വെളിച്ചെണ്ണ എടുക്കില്ലേ, സൺ ഡ്രൈഡ് കൊപ്ര മെക്കാനിക്കൽ എക്സ്ട്രാക്ഷൻ വഴി എടുക്കുന്ന വെളിച്ചെണ്ണയും അല്ല നിങ്ങളുടെ മില്ലിൽ നിന്ന് വരുന്ന വെളിച്ചെണ്ണയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഈ കൊപ്ര മുഴുവൻ പെട്ടെന്ന് 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള കൂട്ടും, അതിൽ ബെൻസീൻ ആഡ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എണ്ണയുടെ എക്സ്ട്രാക്ഷൻ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് റിഫൈൻ ചെയ്യും, ബ്ലീച്ച് ചെയ്യും, ഡീകളറൈസ് ചെയ്യും. ഈ 3 പ്രോസസ്സും കഴിഞ്ഞാണ് എത്തുന്നത്. അപ്പോൾ അതിൽ കുറേ കെമിക്കൽസ് കാണും. അതൊക്കെ അതിറോസ്ക്ലിറോസിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പ്രോസസ്സിങ്ങിലാണ് വെളിച്ചെണ്ണ മോശമാകുന്നത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മോശമാകുന്നതല്ല. ഗ്രില്ല് ചെയ്യുന്നു, ബേക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ഗ്രില്ല് ചെയ്താൽ എന്താണ്, നല്ലതാണോ ചീത്തയാണോ? ഡയറക്റ്റ് ഫ്ലെയിം വരുന്നത് അത്രയും നല്ലത് അല്ല. കാരണം കാർബൺ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ട് മാക്സിമം ഇപ്പം നമ്മൾ ഇപ്പം ഗ്രില്ല് ചെയ്യുന്നതാണെങ്കിലും സാറ് പറഞ്ഞു നമ്മൾ ഹീറ്റ് ചെയ്ത് ഇപ്പം എയർ ഫ്രയർ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ എയർ ഫ്രയർ ചെയ്യുമ്പോഴും നമുക്ക് ലിമിറ്റേഷൻ. ഡെയിലി എയർ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതും അത്ര സേഫ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എയർ ഫ്രൈ ചെയ്യണോ ഗ്രില്ല് ചെയ്യണോ ഏതാണ്ട് ഒരേപോലെയാണ്. ഒന്ന്, അത് നിങ്ങൾ എന്തുപയോഗിച്ച് മാരിനേറ്റ് ചെയ്യുന്നു, നൈട്രോസമീൻസ് എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇത് ഹോട്ടൽസിലൊക്കെ അത് ഉപയോഗിച്ചാണ് മാരിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ ഇതുണ്ട്. നിങ്ങൾ ഗ്രില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈ ടെമ്പറേച്ചറിൽ കൊണ്ടുപോകുമ്പോൾ പോളിക്രോമാറ്റിക് അമീൻസ് ഉണ്ടാവും, ഒരുപാട് നൈട്രോജനസ് കോമ്പൗണ്ട്സ് അതുണ്ടാകും. അതൊക്കെയാണ് ക്യാൻസർ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത്. വേറൊന്ന്, അത് ഇതിലെ ഫാറ്റും പ്രോട്ടീനിലെയും കണ്ടൻറ്റ് അനുസരിച്ചിരിക്കും. എത്ര ഫാറ്റ് കണ്ടൻറ്റ് നിങ്ങൾ ഗ്രില്ല് ചെയ്യുന്നതിൽ എത്ര ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുണ്ടോ അത്രയും ഈ നൈട്രോജനസ് പ്രോഡക്ട്സ് അതിൽ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ഹൈ ഹീറ്റിൽ പോകുമ്പോൾ അഡ്വാൻസ് ഗ്ലൈക്കോസിലേഷൻ ഇൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ടാകും. അത് പ്രോട്ടീനും ഷുഗറുമായിട്ട് കമ്പൈൻ ചെയ്താണ് AGE എന്ന് പറയുന്ന സാധനം. ഇതും ടോക്സിക് ആണെന്നാണ് വൈപ്പ്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഗ്രില്ല് ചെയ്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നതും നല്ലതല്ല. അതിന് ചാറിങ് വരരുത്, കരിഞ്ഞു പോകരുത് ഗ്രില്ല് ചെയ്യുമ്പോൾ. അങ്ങനെ ചാറ് ചെയ്ത മീറ്റും നല്ലതല്ല. അതിനൊക്കെ ഒരുപാട് അതിനുള്ള മെത്തേഡ്സ് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ പീസ് വലുതായിരുന്നാൽ ചാറിങ് കുറവായിരിക്കും. അതിനെ മാരിനേറ്റ് ചെയ്യുക, ആസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് മാരിനേറ്റ് ചെയ്യുക. ചിലപ്പോൾ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ യോഗേർട്ട്, വിനിഗർ, ഇങ്ങനെ എന്തെങ്കിലും വെച്ച് മാരിനേറ്റ് ചെയ്തിട്ട് ചെയ്താൽ ഇങ്ങനെയുള്ള ടോക്സിക് പ്രോഡക്ട്സ് ഉണ്ടാകുന്നത് കുറവായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫുഡ് അതിലെ കോമ്പണൻസ് മാത്രമല്ല, അതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുകൂടെ പറഞ്ഞു കൊടുക്കേണ്ട ജോലി ഡയറ്റീഷ്യൻ്റെതാണ്. താങ്ക് യു.